ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കഞ്ഞിവെള്ളം, അതായത് നമ്മൾ ചോറ് എടുത്തിട്ട് ബാക്കിയുള്ള വരുന്ന കഞ്ഞിവെള്ളം എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ആരും കഞ്ഞിവെള്ളം കളയരുത്, അത് ആദ്യം തന്നെ പറയട്ടെ. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നോ, നമ്മളൊരു ആഹാരത്തിന് മുൻപ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം അങ്ങ് മാറുമല്ലേ. പിന്നെ നമ്മൾ കുറച്ചേ ആഹാരം കഴിക്കുള്ളൂ. അപ്പോൾ ഈ ആഹാരം കുറയുമ്പോൾ ഓൾറെഡി നമ്മുടെ വെയിറ്റ് കുറയും. അതാണ് ആദ്യത്തെ കാര്യം കേട്ടോ. പിന്നെ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കലോറി ആണ്, വളരെ ലോ കലോറിയാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ലോ കലോറി ഫുഡും ലോ കലോറി ഡ്രിങ്ക്സും ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. കാരണം ഒരു 100 ml കഞ്ഞിവെള്ളത്തിൽ 40-50 കലോറി ആണുള്ളത്. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കഞ്ഞിവെള്ളം നല്ലൊരു ഓപ്ഷനാണ്. അതാണ് ആദ്യം പറയാം. പിന്നെ വെയിറ്റ് കുറയൽ മാത്രമല്ല കേട്ടോ, ഈ കഞ്ഞിവെള്ളം ഇപ്പം നമ്മൾ മുഖത്തിടുന്നു, തലയിൽ ഹെയർ ഗ്രോത്തിന്, അതുപോലെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ആദ്യത്തെ ഗുണം ഇതാണ്, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാം. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കുറയും, അതാണ് ആദ്യത്തേത്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന എനോസിറ്റോൾ എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന പ്രവണത, പ്രത്യേകിച്ച് ലിവറിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടുമല്ലോ. ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഫാറ്റിനെ അലിയിച്ച് കളയാൻ ഇതിലടങ്ങിയിരിക്കുന്ന എനോസിറ്റോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇത് നമ്മുടെ എനർജീനെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം, സ്റ്റാർച്ച്, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിലുള്ള നല്ല ബാക്ടീരിയ കൂടുതലാവുന്ന, നല്ല ബാക്ടീരിയ ഉണ്ടാവുന്നതിന്, നശിച്ചു പോകാതിരിക്കുന്നതിനും ഉണ്ടാവുന്നതിനും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ അന്നജം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ കുടലിന് ആരോഗ്യം ഉണ്ടായാൽ എന്താ ഗുണം? നമ്മുടെ ആകെയുള്ള ദഹന പ്രക്രിയ സുഗമമായി നടക്കും അല്ലേ. ദഹന പ്രക്രിയ സുഗമമായിട്ട് നടന്നാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഫോം ചെയ്യൽ, അതുപോലെ തന്നെ നമുക്ക് വയറിലൊത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, ഡൈജഷൻ പ്രോബ്ലം, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഇതും നമ്മുടെ വെയിറ്റ് കുറയുന്നതിനും വയറ് കുറയുന്നതിനും എല്ലാം ഒരു കാരണമാണ്. ഈ ഗ്യാസും ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ആകുമ്പോഴാണ് വയറൊക്കെ ഇങ്ങനെ ബുംന്ന് ചാടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഇതിലടങ്ങിയിരിക്കുന്ന ധാരാളം വൈറ്റമിൻസും മിനറൽസും, അതായത് എടുത്തു പറയാൻ വൈറ്റമിൻ ഇ ഉണ്ട്, പിന്നെ ബി ഉണ്ട്, സിങ്ക് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, ഫൈബറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നത് കേട്ടോ. ശരീരം ഡ്രൈനെസ് പോകുന്നതിനും ജലാംശം നിലനിർത്തുന്നതിനും. സാധാരണ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങ് വല്ലാണ്ട് നമ്മൾ പറയില്ലേ, ഉണങ്ങിപ്പോയി, ഡ്രൈ ആയി, ഡള്ളായി എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ വല്ലാണ്ട് ഉണങ്ങിപ്പോയി എന്ന് പറയല്ലേ. അപ്പോൾ ആ ഇത് ഇല്ലാണ്ടിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിൽ ആവശ്യമായ ഇലക്ട്രോലൈറ്റുകൾ ഈ കഞ്ഞിവെള്ളത്തിലുണ്ട്. ഇപ്പം എന്തെല്ലാം ഗുണങ്ങളാണല്ലേ. പിന്നെയുണ്ട് കേട്ടോ, നമ്മുടെ സൺറൈസിനെ പ്രതിരോധിക്കാനായിട്ട് ആവശ്യമായ ഇതിനകത്ത് ആമിനോ ആസിഡ്സ് ധാരാളമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൺറൈസിന് നിന്നുള്ള നമ്മുടെ ശരീരത്തിനേക്കുന്ന എല്ലാ ആഘാതങ്ങളും ഇല്ലാണ്ടാക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്കിന്നിന് കളറ് കിട്ടും കേട്ടോ ഈ കഞ്ഞിവെള്ളം കുടിച്ചാൽ. അപ്പോൾ അതെങ്ങനെയാണെന്നോ, ഇതിലൊരു ഫെറോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിന് നിറമിക്കുന്നു. സാധാരണ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ബ്ലഡ് വെസൽസൊക്കെ നമുക്ക് ചകർത്തിരിക്കും, അല്ലെ ഒരു ബ്രൗണിഷ് നിറത്തിലൊക്കെയാണ് അല്ലേ ഇരിക്കുന്നത്. ശരിക്കും ഒരു റെഡിഷ് കളറാണ് വരേണ്ടത്. ഒരു റെഡിഷ് അല്ല, കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ള കളറാണ് വരട്ടെ. അപ്പോൾ ഈ ഫെറുലിക് ആസിഡ്
നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു നിറവ്യത്യാസമൊക്കെ കുറയ്ക്കുകയും അപ്പം നമ്മുടെ സ്കിൻ ടോൺ നന്നാവുകയും പിന്നെ നമുക്ക് നല്ല സ്കിന്നിന് നല്ല കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരം വെളുക്കും. ഓക്കെ, ഇപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണല്ലേ നമ്മൾ ഈ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിനുള്ളത്. പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ ഉണ്ട്, ഞാൻ മറന്നുപോയി. പിന്നെ ഇതിനകത്ത് എനോസിറ്റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് വേറൊരു ഗുണമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെ, അതായത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കുന്നതിന്, വാർദ്ധക്യ ലക്ഷണങ്ങളെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നതിന്, അങ്ങനെ അത് പറയാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ എനോസിറ്റോൾ എന്ന് പറയുന്നത് ഹെൽത്തി, നമ്മുടെ സെൽസിൻ്റെ ഒക്കെ ആരോഗ്യത്തിന്, സെൽസ് പുതിയ സെൽസ് വരുന്നതിനും പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള സെൽസിൻ്റെ നല്ല ആരോഗ്യത്തിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽസിന് ആരോഗ്യം ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് മൊത്തത്തിൽ നമുക്ക് ആരോഗ്യം കൂടും. അതുപോലെ നമ്മുടെ സ്കിന്ന് മിനുസവും തിളക്കവും ഒക്കെ ഉള്ളതാവും. പിന്നെ ഈ എനോസിറ്റോൾ അടങ്ങിയിരിക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്നോ, നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന, ഈ സ്ത്രീകളിലുണ്ടാകുന്ന PCOD, PCOS തുടങ്ങിയുള്ള ഇതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സഹായിക്കും കേട്ടോ. അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. പിന്നെ ഷുഗർ ഉള്ളവർ, ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പഠിച്ചു വന്നപ്പോഴുണ്ടല്ലോ ഒത്തിരി എന്താ പറയണേ, നമ്മൾ എനിക്ക് തന്നെ അതിശയം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഇത്രയും ഗുണങ്ങൾ. സാധാരണ നമ്മൾ ഹെയറിൻ്റെ വിശേഷവും അതുപോലെ പിന്നെ മുഖം വെളുക്കാനുള്ള വിശേഷങ്ങളൊക്കെയാണല്ലോ നമ്മൾ നോക്കുകയും പഠിക്കുകയും ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാർ ചെയ്യണം. പക്ഷേ ഇത് കുടിച്ചാൽ ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് ഒക്കെ കഞ്ഞിവെള്ളം കളയാതെ കുടിക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇന്നത്തെ കാലത്തെ ഇപ്പോൾ എല്ലാവരും എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും, എങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കണേ, അരിയിൽ കണ്ണി കണ്ടതൊക്കെ ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുവേ. സത്യമാണ്. ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറയുമ്പോൾ, എൻ്റെയൊക്കെ തലമുറ ഞങ്ങൾ കുടിച്ചിരുന്നത് കഞ്ഞിവെള്ളമാണ്. അന്ന് ലെമൺ ജ്യൂസൊന്നുമില്ല ഞങ്ങളുടെ വീടുകളിലൊന്നും. അല്ലെങ്കിൽ കുറേ കാപ്പി തിളപ്പിച്ചിടും, അല്ലെങ്കിൽ പിന്നെ കുറേ കഞ്ഞിവെള്ളം, ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ കുറേ പച്ചവെള്ളം, അത് കിണറ്റിൽ നിന്ന് കോരി പച്ചവെള്ളം കൂടി, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു തലമുറ ജീവിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് ഇപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ കഞ്ഞിവെള്ളം കൊടുക്കാറില്ല, ഉള്ളത് പറയാമല്ലോ. ഇപ്പം എൻ്റെ മക്കൾ, മോനൊക്കെ കുവൈറ്റിലൊക്കെ പോയിരുന്നപ്പോൾ അവൻ പറയും, ഞങ്ങളൊക്കെ കഞ്ഞിവെള്ളം ധാരാളം കുടിക്കുന്നു, അവിടെ നല്ല അരി കിട്ടുവേ, നല്ല കയറ്റി അയക്കുന്ന അരിയാണല്ലോ. അപ്പോൾ നമ്മളൊരു ധാരണ ഇങ്ങനെ ഈ അരിയിൽ ഈ കണ്ണി കണ്ടതൊക്കെ ചേർക്കുന്നതിനും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം കുടിക്കാണ്ട് കളയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് നന്നായിട്ട് ഞവട്ടി പിഴിഞ്ഞ് അരി കഴുകിയിടുക. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഞ്ഞിവെള്ളം കുടിക്കാം കേട്ടോ. ആരും കളയല്ലേ കേട്ടോ. ഇനി തീർച്ചയായിട്ടും നിങ്ങളിത് വേസ്റ്റാക്കാതെ കുടിക്കണം. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താലാണ് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.